തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും വെറുതെ വിട്ടു. ഒന്നാം പ്രതിക്ക് വിധിച്ച വധശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവ്. പൊട്ടിക്കരഞ്ഞാണ് വിധിയിൽ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു 2005 സെപ്റ്റംബറിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല. സംഭവത്തിന് 2 പതിറ്റാണ്ട് പൂർത്തിയാകാൻ 1 മാസം ബാക്കി നിൽക്കെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. 2008-ൽ അന്വേഷണം ഏറ്റെടുത്ത CBI 6 പോലീസുകാരെ പ്രതി ചേർത്തു. 2 പേർ മരിച്ചു. 2018-ലാണ് തിരുവനന്തപുരം CBI കോടതി 1ഉം 2ഉം പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. ഇത് ചോദ്യം ചെയ്ത പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. മതിയായ തെളിവുകളില്ലാത്ത കേസിൽ CBI അന്വേഷണം ശരിയായ രീതിയിലല്ലെന്നാണ് കോടതി നിരീക്ഷണം. വിധിയിൽ പൊട്ടിക്കരഞ്ഞ ഉദയകുമാറിന്റെ അമ്മയുടെ പ്രതികരണം. അത്ര വേദനയോടെയാണ് ഒരമ്മ വിളിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് 4000 രൂപയ്ക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയിട്ട് ഒരു മകൻ ഈ അമ്മമാരെ വെറുതെ വിട്ട് ഇനി അടുത്ത ആരെ കൊല്ലാന്ന് വെച്ചാൽ അമ്മമാരെ വിട്ടേക്കുന്നത്. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നു എന്നുള്ളതൊരു നഗ്നമായ ഒരു സത്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടല്ലോ. ഉദയകുമാറിന് വേണ്ടി വാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ വിചാരിച്ചോണം PK രാജുവിന്റെ അന്ത്യശ്വാസം വരെയും ഉദയകുമാറിന്റെ മാതാവിനോടൊപ്പം പോരാട്ടം തുടരും, ഒരു സംശയവുമില്ല. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു 28 വയസ്സുകാരൻ ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ഇരുമ്പ് പൈപ്പ് കൊണ്ടടിച്ചും ഉരുട്ടിയുമാണ് കൊലപ്പെടുത്തിയതെന്ന് കുറ്റപത്രത്തിൽ CBI പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്നത് കണ്ടുവെന്നായിരുന്നു പോലീസ് വാദം. ASI ജിതകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, മുൻ SP-മാരായിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.